12, 15, 18 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 8:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നും അല്ലേ? എന്നാലും വളരെ സിമ്പിളാണ്. നമുക്ക് സിമ്പിൾ മെത്തേഡിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായത് 12, 15, 18 അല്ലേ, 18 സെക്കൻഡുകൾ ഇടവേളയിലാണ് എന്ത് ചെയ്യുന്നത്? 3 അലാറം ക്ലോക്കുകളും ശബ്ദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവ ഇപ്പോൾ അടിച്ചിട്ടുള്ളത് 8:35 AM ഒരുമിച്ചടിച്ചത്. ഇനി അടുത്തത് എപ്പോഴാണെന്നാ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 സംഖ്യകളുടെയും LCM കാണണം. LCM, ഈ 3 സംഖ്യകളുടെയും LCM എത്രയാണ്? 180 ആണ് LCM. ഓക്കെ, 180 എന്ന് പറയുന്നത് 180 സെക്കൻഡ് എന്ന് നമ്മൾക്ക് നോക്കാം. 180 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 180 സെക്കൻഡ് എന്ന് പറയുന്നത് 180 സെക്കൻഡ് എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ് അല്ലെ? 3 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വെല്ലടിച്ചിട്ടുള്ളത് എത്രയാണ്? 8:35 AM അല്ലെ? AM. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത അലാറം അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മണിയാകും? 8:38 അല്ലെ? 38 AM ആകും. അപ്പൊ നമ്മുടെ ആൻസർ 8:38 എന്നാണ് കേട്ടോ. ഒരു കെട്ടിടത്തിൽ 2 മണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ ഒരെണ്ണം ഓരോ 24 മിനിറ്റിലും മറ്റേത് ഓരോ 36 മിനിറ്റിലും മുഴങ്ങും. 9 മണിക്ക് 2 മണികളും ഒരുമിച്ച് മുഴങ്ങി. അടുത്ത പ്രാവശ്യം എപ്പോഴാണ് ഇവ ഒരുമിച്ച് മുഴങ്ങുക? ചോദ്യം കുറച്ച് ലെങ്ത് കൂടുതലാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ മെത്തേഡ് തന്നെ ഇത് ഞാൻ പറഞ്ഞു തരാം. അതായത് 2 മണികളാണ് ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവ ഒന്ന് 24 മിനിറ്റിലും മറ്റൊന്ന് എത്രയാണ്? 36 മിനിറ്റിലുമാണ് അടിക്കുന്നത് അല്ലെ? 36 മിനിറ്റിലുമാണ് അടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 എണ്ണത്തിന്റെയും LCM കണ്ടെത്തണം. LCM ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടെത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ മെത്തേഡിൽ LCM കാണാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഈ 2 സംഖ്യയുടെയും LCM എത്രയാണ്? 72 ആണ്. ഓക്കെ, അപ്പൊ ഈ LCM കിട്ടിയ ഈ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റ് ആയിട്ട് കണക്കാക്കാം. ഈ 72 മിനിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 72 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂറും പിന്നെ എത്രയാണ്? 1 മണിക്കൂറും പിന്നെ എന്തുണ്ടായിരിക്കും? 12 മിനിറ്റും ഉണ്ട് അല്ലെ? 12 മിനിറ്റും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ? അപ്പോൾ 72 മിനിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1 മണിക്കൂറും 1 മണിക്കൂറും 12 മിനിറ്റും അല്ലെ? ഓക്കെ, 12 മിനിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 9 മണിക്കാണ് ഈ 2 മണികളും എന്ത് ചെയ്തിട്ടുള്ളത്? ഒരുമിച്ചിട്ട് അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 9 എന്ന സമയത്തോട് 1 മണിക്കൂറും 12 മിനിറ്റും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? 10 മണി അല്ലെ? 10 മണി 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ 10 മണി 12 മിനിറ്റ് ആണ് കേട്ടോ. മാത്യു, വിനു, റഹീം എന്നിവർ ഒരു ലൈബ്രറിയിൽ ഒരേ ദിവസം അംഗങ്ങളായി. അവർ യഥാക്രമം 42, 56, 63 ദിവസങ്ങൾ കൂടുമ്പോൾ പുസ്തകങ്ങൾ മാറ്റി വാങ്ങാനായി ലൈബ്രറിയിൽ വരും. എങ്കിൽ അവർ 3 പേരും എത്ര ദിവസങ്ങൾക്കു ശേഷം ഒരേ ദിവസം, അതായത് ഈ 3 പേരും എത്ര ദിവസത്തിന് ശേഷം ഒരേ ദിവസം ആ ലൈബ്രറിയിൽ എത്തിച്ചേരും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ആരും പേടിക്കേണ്ട, കാരണം വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത്
മാത്യും വിനു റഹീമും എന്താണ് ലൈബ്രറിയിൽ ഒരേ ദിവസമാണ് അവര് എന്ത് ചെയ്തിട്ടുള്ളത്, അംഗങ്ങളായിട്ടുള്ളത്. അതായത് അവര് 42, 56, 63 ദിവസങ്ങൾ കൂടുമ്പോഴാണ് പുസ്തകങ്ങൾ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ലൈബ്രറിയൊക്കെ അല്ലെ. ഒരാള് 42 ദിവസം കഴിയുമ്പോൾ, മറ്റൊരാള് 56 ദിവസം കഴിയുമ്പോൾ, മറ്റൊരാള് 63 ദിവസം കഴിയുമ്പോഴുമാണ് എന്ത് ചെയ്യുക, പുസ്തകം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി ഏത് ദിവസമാണ് അവർ ഒരേ ദിവസം അല്ലെ, ഇവര് 3 പേരും ഒരേ ദിവസം പോയിട്ട് ഈ പുസ്തകം മാറ്റി വെക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 സംഖ്യകളുടെയും LCM കണ്ടാൽ പോരെ? ആണ്. അപ്പൊ ഈ 3 സംഖ്യയുടെയും LCM കണ്ടെത്തണം. ഈ 3 സംഖ്യയുടെയും LCM എത്രയാണ്? 504 അല്ലെ. ഈ 3 സംഖ്യകളുടെയും LCM 504. ഇതിന്റെ അർത്ഥം എന്താണ്? 504 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ 3 പേരും, ആരൊക്കെ 3 പേര്? മാത്യുവും വിനുവും റഹീമും എന്ത് ചെയ്യുക, ഒരുമിച്ച് എത്തുക. ഇവർ ഒരുമിച്ച് പുസ്തകം എടുത്തു. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ സമയത്താണ് എന്ത് ചെയ്യുക, ഒരു പുസ്തകം കൊണ്ടുവയ്ക്കുന്ന സമയം. പക്ഷെ അവർ ഈ 504 ദിവസങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? ഒരേ ദിവസം ചെന്ന് അവര് ആ ലൈബ്രറിയിൽ ഒരുമിച്ച് കൂടിച്ചേരും. അതാണ് ഇവിടുത്തെ പറയുന്നത് കേട്ടോ. അപ്പൊ 504 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവര് 3 പേരും ഒരുമിച്ച് ലൈബ്രറിയിലേക്ക് എത്തുക. 9, 12, 15 സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ 3 അലാറം ക്ലോക്കുകൾ 9:35 AM ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 9, 12, 15 അല്ലെ. 9, 12, 15 സെക്കൻഡ് ഇടവേളയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്ലോക്ക് ശബ്ദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ LCM കണ്ടെത്തണം. ഇതിന്റെ LCM എത്രയാണ്? ഇതിന്റെ LCM 180 എന്നാണ് അല്ലെ. അപ്പൊ 180 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം എത്രയാണ്? 9:35 ഒരേ സമയത്ത് ഇവ അലാറം അടിച്ചു. 9:35 ഇവ ഒരേ സമയം അലാറം അടിച്ചു എങ്കിൽ 3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് അല്ലെ, 3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? 9:35 കഴിഞ്ഞ് 3 മിനിറ്റ് 38. അപ്പൊ അടുത്ത അലാറം എപ്പോഴാ അടിക്കുക? 9:38